നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന അമേഠി മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിവാക്കിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ തന്റെ അമ്മയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിക്കാൻ രാഹുൽ തീരുമാനിക്കുകയും ചെയ്തു. രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഇതിനെ തുടർന്ന് നേരിടുന്നത്. പരാജയഭീതിയിൽ അമേഠിയിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒളിച്ചോടിയത് കൊണ്ടുള്ള വിമർശനമാണ് കൂടുതലും. എന്നാൽ അതിനിടയിലാണ് രസകരമായ മറ്റൊരു സംഭവം ഇടതുപക്ഷ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധി കാരണം ചേരി തിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇടതുപക്ഷത്തെ ആനി രാജയും ബിനോയ് വിശ്വവും. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് ചെയ്തത് വൻ ചതിയാണെന്നും രാഷ്ട്രീയ ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സംഭവമാണ് നടന്നതെന്നും ഒരു മയവുമില്ലാതെ ആനി രാജ തുറന്നു പറഞ്ഞു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി വന്നിരിക്കുകയാണ് ബിനോയ് വിശ്വം. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് നല്ലതാണെന്ന അഭിപ്രായ പ്രകടനവുമായാണ് ബിനോയ് വിശ്വം രംഗത്തെത്തിയത്. ഇതോടുകൂടിയാണ് ഒരേ പാർട്ടിയിലെ രണ്ടുപേർ, അതും ഇടതുപക്ഷം പോലൊരു കേഡർ പാർട്ടിയിലെ രണ്ടുപേർ ഇങ്ങനെ ഘടകവിരുദ്ധമായ അഭിപ്രായവുമായി രംഗത്തെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് കേരളത്തിലെ CPI ഘടകം മുന്നോട്ട് വന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി റായ്ബറേലി മത്സരത്തിൽ CPI രാഹുൽ ഗാന്ധിയെ പിന്താങ്ങുന്നു എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച ആനി രാജയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല. മനുഷ്യന്മാരെ പൊട്ടനാക്കുന്ന പരിപാടിയായിപ്പോയി അങ്ങേരുടേത് എന്നാണ് അവർ പൊട്ടിത്തെറിച്ചത്. വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച CPI സ്ഥാനാർത്ഥി ആനി രാജ രംഗത്തെത്തിയത്. വയനാടിന് പുറമെ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലും മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് കുറച്ചെങ്കിലും അന്തസ് തൊട്ട് തീണ്ടിയിരുന്നെങ്കിൽ രാഹുൽ ഇത് വയനാട്ടിലെ വോട്ടർമാരോട് നേരത്തെ വെളിപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് തുറന്നു പറഞ്ഞത്. നമ്മുടെ ജനാധിപത്യത്തിൽ ഒരാൾക്ക് ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കാം. ആ ജനാധിപത്യ അവകാശം അദ്ദേഹം ഉപയോഗിച്ചു. അതൊക്കെ ശരി തന്നെ. എന്നാൽ വയനാട്ടിലെ വോട്ടർമാരോട് ഈ കാണിച്ചത് അനീതിയാണ്. കാരണം താൻ മറ്റൊരു സീറ്റിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും വയനാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞിട്ടില്ല. ഇത് രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയമാണെന്നും അവർ പറഞ്ഞു. ബിനോയ് വിശ്വത്തിന് എന്തും പറയാം. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ കഷ്ടപ്പെട്ട് വയനാട്ടിൽ മത്സരിച്ചിട്ടില്ലല്ലോ. ഈ കൊടും ചൂടിൽ പകൽ മുഴുവനും പ്രചാരണത്തിന് വേണ്ടി നടക്കേണ്ട ഗതികേടും വിശ്വത്തിനുണ്ടായിട്ടില്ല. ഗാലറിയിലിരുന്ന് കളി കാണുന്നവർക്ക് അതൊന്നും വിഷയമാകില്ല. എന്നാൽ വെള്ളമാവിയായി പോകുന്ന ഈ വെയിലിൽ കഷ്ടപ്പെട്ട് പ്രചരണം നടത്തിയതിനു ശേഷം പെട്ടെന്നൊരു ദിവസം പറയുകയാണ് എതിർ സ്ഥാനാർത്ഥി, അതും സഖ്യകക്ഷിയിലെ സ്ഥാനാർത്ഥി, ഇവിടെ വെറുതെ ഒരു നേരം പോക്കിന് മത്സരിച്ചതാണെന്ന്. അതും തങ്ങൾ ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ് ഇത് പറയുന്നത്. ആർക്കായാലും അടി മുതൽ മുടി വരെ ചൊറിഞ്ഞു കയറും. ആനി രാജ കുറച്ച് സംസ്കാരമുള്ള സ്ത്രീ ആയതുകൊണ്ട് തെറി പറഞ്ഞില്ല, അത്ര തന്നെ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.